പാവങ്ങളെ വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കറിഞ്ഞേക്ക നിങ്ങള് 2 ലക്ഷം ഉറുപ്പ്യ ലോൺ പാസ്സാക്കി തരാന്ന് പറഞ്ഞിട്ട് പാസ്ബുക്കിൽ മാത്രം ഉണ്ട് 2 ലക്ഷം ഉറുപ്പ്യ. കയ്യിൽ കിട്ടിയതോ 1,49,000 ഉറുപ്പ്യ. നിങ്ങളിപ്പോ കണക്ക് പറയാൻ വന്നാണ്. അങ്ങനെയാണല്ലോ. ഈ കമ്മിറ്റി ഇരിക്കുന്നവരാരും നിങ്ങളുടെ സമ്പന്നക്കാരൊന്നും അല്ല. 13 മെമ്പർമാർക്ക് 3000 രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് പോലും അവരെ മുഖം വീർപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്നാലും കാണണോ 1,61,000 ഉറുപ്പ്യ. എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് സഹകരണ വകുപ്പ് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പറയും. അതായത് ഏത് ലോൺ എടുത്താലും 2% ഷെയറിൽ പോവും. 10,000 രൂപ ഷെയറിൽ പോയി. അത് വേറെ കാര്യം. സർക്കാർ ഓഫീസുകളിൽ പോയിട്ട് നിങ്ങളുടെ പ്ലാനും സ്കെച്ചിന്റെ ഇതും പിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റും ഒക്കെ അങ്ങനെ ചുമ്മാ കിട്ടൂല. ഇതൊന്നും 10,000-2,000 രൂപ കൊടുക്കേണ്ടി വന്നു അവിടെ. 10 ആണോ 2,000 ആണോ അത് വെക്കതായിട്ടാണ്. 12,000 രൂപ. അത് തന്നെ. പിന്നെ വക്കീലിന് കൊടുത്ത പൈസ വക്കീലിനെ കണ്ടത് അത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനു എഴുതി വെക്കണ്? വക്കീലിനെ കാണാനായിട്ട് ഞങ്ങൾ കേസിനും കൂട്ടത്തിനും ഒന്നും വന്നിട്ടില്ല അവിടെ. ഇത് ലീഗൽ ഫീ രജിസ്ട്രേഷൻ ഫീ പിന്നെ റിപ്പോർട്ടിംഗ് ഫീ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മിസ്ലേനീസ്. സാധാരണ ഇതൊന്നും ആരുമല്ല. പശ മുതൽ മുട്ടുസൂചി വരെയുള്ള കാര്യത്തിന് ഞങ്ങൾ പൈസ കൊടുക്കണം. അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ ഈ പശയും മുട്ടുസൂചിയൊക്കെ. ഇതൊക്കെ സഹകരണ ബാങ്കിന്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇടപാടുകാരെ ഇതിലൊന്നും ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് പറഞ്ഞു കൊടുക്കും സാറേ. അതെ അതെ. ഒരു ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ കണക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് കായ് വസൂലാക്കുക എന്നല്ലാണ്ട്. മാത്രല്ല ഈ കമ്മിറ്റി മെമ്പർമാരുടെ മിസ്ലേനിയസ് അതുണ്ടല്ലോ. അതുണ്ട്. അതെന്താണ്? അതങ്ങനെ സംഗതി ഉണ്ട്. ഉണ്ട് പറഞ്ഞ നിങ്ങൾ എന്തിന്റെയാണ് ഏതിന്റെയാണെന്ന് വെക്കതാക്ക്. അല്ലെങ്കിൽ ആ കായ് ഇങ്ങോട്ട് കാട്ട്. നിങ്ങളോ കായ് അങ്ങോട്ട് മേടിച്ചു വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഉണ്ട് എന്ന് വെറുതെ ആൾക്കാരെ ഒട്ടകാക്ക. നിങ്ങൾ ഇത് 1-2 ലക്ഷം ഉറുപ്പ്യ അങ്ങോട്ട് തിരിച്ചടക്കണം. അതെന്താ മനസ്സിലാക്കാത്ത? നിങ്ങൾ കായ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തരണം. അല്ലാതെ ഞങ്ങൾ പാവങ്ങളെ വിചാരിച്ച പറ്റി ഞങ്ങൾക്ക് കൊണ്ടുകൂടാ ആൾക്കാരൊക്കെ. അത് ശരി. ഇപ്പൊ മരുമോനിക്ക് കൊടുക്കാനായിട്ട് കൂടുതൽ കായ് ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ. 7 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് അവസാനിച്ച് രാത്രി 11 മണിക്കാണ്. നിങ്ങളുടെ ഒരു തണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ലോണിന് നാട്ടുകാർക്ക് ഉറക്കൊഴിക്കാനും പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല. നാട്ടുകാർക്ക് എങ്ങനെ? കമ്മിറ്റിയിലുള്ളവർക്ക്. അതന്നെ പറഞ്ഞത്. അത് പോട്ട്. ബാക്കിയുള്ള 13 മെമ്പർമാർക്ക് ആട്ടിറച്ചിയും പൊറോട്ടയൊക്കെ കൊടുത്തിട്ട് പാഴ്സൽ കൊടുത്തിട്ടാണ് വിട്ടത്. എന്നിട്ട് 2 പാഴ്സൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വനിതാ മെമ്പർ മുഖം വീർപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ കൈ കിട്ടിയ 1,49,000 രൂപയ്ക്ക് നമ്മൾ ഇനി പലിശ അടക്കുള്ളൂ. അത് മതിയില്ല. അത് എവിടുത്തെ ന്യായം? അത് ഇവിടുത്തെ ന്യായം. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ലോൺ വാങ്ങിയത്? 2 അല്ലേ? 2 വാങ്ങി ഞങ്ങൾക്ക് തന്നില്ലല്ലോ. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തില്ലേ? നിങ്ങൾ 2 ലക്ഷം ഉറുപ്പ്യ തരാന്ന് പറഞ്ഞു. തന്നത് 1,49,000. അതെ, 2 ലക്ഷം നിങ്ങൾക്ക് അനുവദിച്ചോ? അനുവദിച്ച 2 ലക്ഷത്തിന് 13% വെച്ച് 1,30,000 രൂപ നിങ്ങൾ അടക്കണം. ഈ കണക്കൊക്കെ ഇവരെടുത്ത് എന്തിനാണ് പറയുന്നത്? ഇതിവര് ചോദിക്കുന്നതല്ലേ? ചോദിക്കാൻ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളിപ്പോ ഈ പറഞ്ഞ കണക്കിന് ഞങ്ങളുടെ പൊരയിടോ സ്ഥലം ഒക്കെ പാടം കൊടുത്താലും കിട്ടില്ല ഞങ്ങൾക്ക് ഈ കായ്. അത് എനിക്കറിയാം. ഈ ലോലിതൻ അറിയാം. ഞങ്ങളുടെ ബാങ്കിലുള്ള എല്ലാ മെമ്പർമാർക്കും അറിയാം. എന്നാലും നിങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചില്ലേ? അതാണ് സഹകരണ ബാങ്ക്. സഹകരണം എനിക്ക് പിടുത്തം കിട്ടില്ല. എന്തെങ്കിലും പറയണേ. അതായത് Bueno.